ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ ചുമതലയിലുള്ള മുഹമ്മദ് യൂനസിന്റെ മകൾ മോണിക്കയ്ക്ക് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ കലയ്ക്കു വേണ്ടിയുള്ള ഒരു കമ്മിറ്റിയിൽ അനർഹമായി ഉയർന്ന പദവി നൽകിയത് വിവാദത്തിലായിരിക്കുകയാണിപ്പോൾ. ഇക്കാര്യം ട്രംപ് സർക്കാർ പരിശോധിക്കും എന്നാണ് അറിയുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശത്രുക്കളുടെ പട്ടികയിൽ കൂടി ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് മുഹമ്മദ് യൂനസ്. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിനുള്ള US ധനസഹായങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് ഉത്തരവിട്ട ട്രംപ് മുഹമ്മദ് യൂനസിനെതിരെ ശക്തമായ നീക്കങ്ങൾക്ക് ഒരുങ്ങുകയാണ്. മുഹമ്മദ് യൂനസിനെ സഹായിക്കുന്ന രീതിയിൽ PCAH പ്രവർത്തിച്ചിരുന്നതായി വിമർശനം ശക്തമാകുന്നു. ഇപ്പോൾ US സ്ഥിരതാമസക്കാരിയായ മുഹമ്മദ് യൂനസിന്റെ മകൾ മോണിക്കയ്ക്കെതിരെ അന്വേഷണം നടത്തിയിരിക്കുകയാണ് പുതിയ ട്രംപ് സർക്കാർ. ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥികളുടെ കലാപത്തിന് കർട്ടന് പിന്നിലിരുന്ന് രഹസ്യമായി നേതൃത്വം നൽകിയ നേതാവാണ് മുഹമ്മദ് യൂനസ് എന്ന കാര്യം തെളിവായിരിക്കുകയാണിപ്പോൾ. ബംഗ്ലാദേശിൽ കലാപം നടത്തിയ വിദ്യാർത്ഥികളുടെ നേതാക്കൾക്ക് മുഹമ്മദ് യൂനസിന് ബിൽ ക്ലിന്റൺ കൂടി പങ്കെടുത്ത അമേരിക്കയിലെ ഒരു ചടങ്ങിൽ സ്വീകരണം നൽകിയിരുന്നു. 2016 ബിൽ ക്ലിന്റന്റെ ഭാര്യയുടെ പേരിലുള്ള ഹിലാരി ക്ലിന്റൺ ഫൗണ്ടേഷൻ കനത്ത തുകയാണ് മുഹമ്മദ് യൂനസ് സംഭാവനയായി നൽകിയത്. ഏകദേശം 2.5 കോടി രൂപയാണ് അന്ന് സംഭാവനയായി മുഹമ്മദ് യൂനസ് നൽകിയത്. ഇതിന് പ്രത്യുപകാരമായി ഹിലരി ക്ലിന്റൺ US ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് വൻ തുക സാമ്പത്തിക സഹായമായി മുഹമ്മദ് യൂനസിന് നൽകിയിരുന്നതായും പറയപ്പെടുന്നു. ഈ സംഭവത്തിൽ അന്ന് തന്നെ ട്രംപിന് മുഹമ്മദ് യൂനസിനോട് പകയുണ്ട്. ഈ സംഭാവനയെ ട്രംപ് വെറുക്കാൻ കാരണം അദ്ദേഹത്തിന് എതിരായ പ്രവർത്തനങ്ങൾക്കാണ് അന്ന് ഹിലരി ക്ലിന്റൺ ഈ പണം നൽകിയത്. ഇതുകൊണ്ടാണ് അന്ന് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനെതിരെ മുഹമ്മദ് യൂനസിനെ പിന്തുണച്ചുകൊണ്ട് ശക്തമായ കരുനീക്കങ്ങൾ ഹിലരി ക്ലിന്റൺ നടത്തിയിരുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അഴിമതി, സാമ്പത്തിക കുറ്റകൃത്യം തുടങ്ങിയ ആരോപണങ്ങളിൽ നിന്നും മുഹമ്മദ് യൂനസിനെ രക്ഷിക്കാൻ ഹിലരി ക്ലിന്റൺ അന്ന് US ആഭ്യന്തര വകുപ്പിന്റെ സഹായത്തോടുകൂടി ലോക ബാങ്കിന്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ തന്നെ ബംഗ്ലാദേശിൽ നിയോഗിച്ചിരുന്നു എന്നാണ് പുറത്തുവരുന്ന ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം. ഇപ്പോൾ ജോ ബൈഡൻ ഭരിച്ചിരുന്ന കാലത്ത് പ്രസിഡന്റ് കമ്മിറ്റി ഓൺ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് അഥവാ PCAH എന്ന സമിതിയിലാണ് മുഹമ്മദ് യൂനസിന്റെ ഗായിക കൂടിയായിട്ടുള്ള മകൾ മോണിക്കയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവഴി പ്രസിഡന്റിന്റെ ഓഫീസ് അവരുടെ നിഷ്പക്ഷത കളഞ്ഞുകുളിച്ചതായി വിമർശനം ഉയരുകയാണ്. സംഭവം വിവാദമായതോടുകൂടി PCAH എന്ന സംഘടനയുടെ വെബ്സൈറ്റ് അപ്രത്യക്ഷമാകുകയും ചെയ്തു. ഇതോടെ സംശയം ഇരട്ടിച്ചിരിക്കുകയാണ്. US പ്രസിഡന്റിന് കലയെക്കുറിച്ചും മറ്റും ഉപദേശം നൽകുന്ന സമിതിയായിട്ടാണ് PCAH അറിയപ്പെടുന്നത്. ഈ സംഘടനയുടെ വക്താവാണ് എന്ന പദവിയാണ് മോണിക്കയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മുഹമ്മദ് യൂനസ് വിശദീകരണം നൽകിയിട്ടില്ലെങ്കിൽ മകൾ സംശയത്തിന്റെ നിഴലിൽ തന്നെ ആയിരിക്കുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ജോ ബൈഡന്റെ ഓഫീസിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പക്ഷപാതിത്വമുള്ള പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കപ്പെട്ടു എന്ന ആരോപണം ഉണ്ടാകുമെന്ന വിമർശനം ഉയരുകയാണ്. പാവങ്ങൾക്ക് ചെറിയ വായ്പാ തുക നൽകി അവരുടെ ജീവിതം സുരക്ഷിതമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മുഹമ്മദ് യൂനസ് ആരംഭിച്ച ഗ്രാമീൺ ബാങ്ക് വൻ അഴിമതിയുടെ കൂത്തരങ്ങായി മാറുന്നത്. ഈ ഗ്രാമീണ ബാങ്കിന്റെ മറവിൽ ഏകദേശം $10 കോടി മുഹമ്മദ് യൂനസ് തിരിമറി നടത്തിയിരുന്നു. ഇതിനെതിരെ ഷെയ്ഖ് ഹസീന ഭരിച്ചിരുന്ന കാലത്ത് ബംഗ്ലാദേശിലെ ജനങ്ങൾ ഓഫീസ് അടിച്ചു തകർക്കുക വരെ ചെയ്തിരുന്നു. പാവങ്ങളുടെ രക്തം കുടിക്കുന്ന രക്ഷസ് എന്നാണ് ഷെയ്ഖ് ഹസീന മുഹമ്മദ് യൂനസിനെ വിശേഷിപ്പിച്ചിരുന്നത്. അന്ന് മുഹമ്മദ് യൂനസിനെ രക്ഷിക്കാൻ ബിൽ ക്ലിന്റനും ഹിലരി ക്ലിന്റനും ഡെമോക്രറ്റുകളുടെ പങ്കാളിയായ CNN വാർത്താ ചാനലും രംഗത്തു വന്നു. അന്ന് CNN ചാനലിന്റെ ക്രിസ്ത്യാന അമൻപൂർ എന്ന ലേഖിക മുഹമ്മദ് യൂനസിനെ പിന്തുണച്ചും അക്രമത്തിന് പിന്നിൽ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അംഗങ്ങളാണ് എന്ന് കുറ്റപ്പെടുത്തിയും വിമർശനം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമാധാനത്തിന്റെ നോബേൽ സമ്മാനത്തിന്റെ സ്വീകർത്താവ് ഇപ്പോൾ എങ്ങനെയെല്ലാമാണ് ശരിയായ രൂപത്തില് ജനങ്ങളുടെ മുമ്പിൽ വിശ്വവിഖ്യാതനായി മാറിയത് എന്ന് ജനങ്ങൾക്ക് ഇന്നറിയാം. അതായത് ട്രംപ് വടി വെട്ടിയിട്ടേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പോ യൂനസിന് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. യൂനസ് കളിച്ചത് നരേന്ദ്രമോദിയോടാണ്, സ്വതന്ത്ര ഭാരതത്തോടാണ്. ഹിന്ദുക്കളെ അമർച്ച ചെയ്യുകയും അവരെ അടിച്ചമർത്തുകയും ഇല്ലായ്മ ചെയ്യുകയും ബലാത്കാരം ചെയ്യുകയും കൊന്നൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നരേന്ദ്രമോദി 1000 തവണ പറഞ്ഞു ഹിന്ദുക്കളെ വെറുതെ വിടണമെന്ന്. എന്നിട്ടും കേൾക്കാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ ആയുധം വെച്ചു കൊടുത്തിട്ട് ഹിന്ദുക്കളുടെ തലയെടുക്കാൻ ആഹ്വാനം നൽകുന്ന രൂപത്തിൽ സൈലന്റ് ആയിരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട്
ഇത് റിപ്പോർട്ട് ചെയ്ത മീഡിയ പ്രവർത്തകരെ വരെ യൂനസ് പരിഹസിക്കുകയാണ് ചെയ്തത്. ഞങ്ങളുടെ നാട്ടിലും നല്ല രൂപത്തിലുള്ള മീഡിയ പ്രവർത്തകരുണ്ട്, ജേർണലിസ്റ്റുകളുണ്ട് എന്ന് പറഞ്ഞു. ബംഗ്ലാദേശിലെ ജേർണലിസ്റ്റുകൾ എന്താണ് ചെയ്തത് എന്ന് പിൽക്കാലത്ത് ഇന്ത്യ തന്നെ വെളിപ്പെടുത്തി മുന്നോട്ട് വരികയും ചെയ്തതാണ്. ഇസ്ലാമിക രൂപത്തിലുള്ള വേഷം, ഇസ്ലാമിക വസ്ത്രധാരണം, ഇസ്ലാമിക സംസ്കാരം, ഇസ്ലാം എന്ന മതത്തെ ഫോളോ ചെയ്യുന്ന രീതി. അയ്യോ, മുഹമ്മദ് യൂനസ് പറഞ്ഞതുപോലെ അദ്ദേഹം ഏത് വിഷയത്തിലാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത്? ഫിനാൻസ്, മൈക്രോ ഫിനാൻസില്. അദ്ദേഹത്തിന്റെ മകളുടെ വേഷം എന്താ? കണ്ട? ജമാഅത്തെ ഇസ്ലാമിയെ കയറൂരി വിട്ടത് എന്തിനായിരുന്നു? ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ മതം അനുഷ്ഠിക്കുന്നില്ല, അവർ കാഫിറുകളാണ്, അവരുടെ മതം തീരെ മുഹമ്മദ് യൂനസിനെ അങ്ങോട്ട് പിടിക്കുന്നില്ല. മകൾക്ക് മതമുണ്ടോ? അപ്പോൾ ഇവരുടെ ശരിയായിട്ടുള്ള പ്രശ്നം മതമായിരുന്നില്ല. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാനും കാരണം സംവരണ വിഷയമായിരുന്നില്ല. എന്നിട്ട് ബംഗ്ലാദേശിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകളോ ബംഗ്ലാദേശിൽ വീണ്ടും ഹിന്ദു വംശഹത്യ അരങ്ങ് തകർക്കുകയാണ്. യൂനസ് സർക്കാരിന്റെ നിശബ്ദമായിട്ടുള്ള സമ്മതത്തോടുകൂടി തന്നെ ഇസ്ലാമിക തീവ്രവാദികൾ ഹിന്ദു വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ വാർത്ത ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. തലയ്ക്കാണ് ഓട്ടയിട്ടിരിക്കുന്നത്. അർണാബ് കുമാർ സർക്കാർ എന്ന ഹിന്ദു യുവാവിനെയാണ് ഈ തീവ്രവാദികൾ വധിച്ചത്. വെള്ളിയാഴ്ച രാത്രി ബംഗ്ലാദേശിലെ കുൽന നഗരത്തിലെ ടെൻഡുൽത്തല കവലയിൽ വെച്ചിട്ടാണ് ക്രൂരമായിട്ടുള്ള കൊല അരങ്ങേറുന്നത്. മാധ്യമ പ്രവർത്തകർക്കൊക്കെ വിലക്ക. ഈ വാർത്തകളൊന്നും പ്രചരിപ്പിക്കാൻ പാടില്ല, ഈ വാർത്തയെ വിമർശിക്കാൻ പാടില്ല, സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത ഇടാൻ പോലും പാടില്ല. സംഭവത്തിന് ശേഷം പ്രതികൾ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. കുൽന സർവകലാശാലയിൽ മാസ്റ്റേഴ്സ് വിദ്യാർത്ഥിയായിരുന്ന 26 വയസ്സുകാരനായ അർണാബ് ഒരു ചായക്കടയ്ക്ക് സമീപം അർണാബ് തന്റെ മോട്ടോർ സൈക്കിളിൽ ചായ കുടിക്കുന്നതിനിടയിലാണ് സംഭവം. ആ സമയത്ത് ബൈക്കിൽ വന്ന ഒരു കൂട്ടം തീവ്രവാദികളാണ് സമീപത്ത് നിന്ന് ഹിന്ദു വിദ്യാർത്ഥിക്ക് നേരെ വെടിയുതിർക്കുകയും കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്തത്. അർണാബിന്റെ തലയ്ക്കാണ് വെടിയേറ്റത്. ഉടൻ തന്നെ പ്രദേശവാസികൾ അദ്ദേഹത്തെ സഹായിക്കുകയും സിറ്റി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. അവിടെ ഡോക്ടർമാർ അദ്ദേഹത്തെ മരിച്ചതായി പ്രഖ്യാപിച്ചു എന്ന് സോണാഡംഗ പോലീസ് സ്റ്റേഷൻ മേധാവിയായ ഷെഫീഖുൽ ഇസ്ലാം പറഞ്ഞു. ഹിന്ദു വിദ്യാർത്ഥിയുടെ കൊലയ്ക്ക് പിന്നിലെ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായി കുന്ന സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ MD മോനീറുസ്സമാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് 5 ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയത്. അതിനുശേഷം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ആക്രമണം ദിനേന വർദ്ധിച്ചു വരികയാണ്. ധാക്കയുടെ പതനത്തിന് ശേഷം 3 ദിവസങ്ങൾക്കുള്ളിൽ ഹിന്ദു ക്ഷേത്രങ്ങളിലും കടകളിലും ബിസിനസ്സുകളിലും കുറഞ്ഞത് 205 ആക്രമണങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്യാത്തത് എത്ര? മുസ്ലിം വിദ്യാർത്ഥികൾ 60ഓളം ഹിന്ദു അധ്യാപകരെയും പ്രൊഫസർമാരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും അവരുടെ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ രാജിവെപ്പിച്ചിരുന്നു. സെപ്റ്റംബർ 6 ബംഗ്ലാദേശിലെ ചിറ്റഗോങ് നഗരത്തിലെ മദം മുബാറക്ക് പ്രദേശത്ത് ഗണപതി വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഹിന്ദു ഭക്തരുടെ ഒരു ഘോഷയാത്ര ആക്രമിക്കപ്പെട്ടു. ദുർഗാപൂജ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സെപ്റ്റംബർ 25 ബംഗ്ലാദേശിലെ മൈമൻ സിംഗ് ജില്ലയിലെ ഗൗരിപൂർ പട്ടണത്തിൽ യാസീൻ മിയ എന്ന ഒരു തീവ്രവാദി ദുർഗാദേവിയുടെയും മറ്റ് ഹിന്ദു ദേവതകളുടെയും വിഗ്രഹങ്ങൾ നശിപ്പിച്ചു. സെപ്റ്റംബർ 28 ഒക്ടോബർ 1 യഥാക്രമം ഋഷിപാര ബൻവാരി പൂജാ മണ്ഡപത്തിലും മണിക്കാടി പാൽപ്പാര ബൽവാരി പൂജാ മണ്ഡപത്തിലും ദുർഗാദേവിയുടെയും മറ്റ് ഹിന്ദു ദേവതകളുടെയും ഒക്കെ വിഗ്രഹങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ബംഗ്ലാദേശിലെ രാജ്ഷാഹി ഡിവിഷനിലെ പട്ന ജില്ലയിലെ സുജാനഗർ ഉപാസനയിലാണ് അക്രമങ്ങൾ അരങ്ങേറിയത്. ഇങ്ങനെ നിരന്തരം ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ യൂനസ് സർക്കാർ നിഷ്ക്രിയനായിട്ട് നോക്കി നിൽക്കുകയാണ് എന്ന് മാത്രമല്ല, ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഹിന്ദു വംശഹത്യ നടത്തുന്നതിനെതിരെ ഒരുപാട് രാജ്യങ്ങൾ യൂനസ് സർക്കാരിനോട് അപേക്ഷിച്ചിട്ടും യൂനസ് സർക്കാർ അനങ്ങുന്നില്ല. എന്നാലും എന്തെങ്കിലും ഒന്ന് വെട്ടി വിഴുങ്ങണമെങ്കിൽ ഇന്ത്യയോട് തന്നെ കൈനീട്ടണം. നന്ദി.